from me, you bloody cheat! ഇവിടെ വന്ന് ഒരു കാര്യം പ്രാർത്ഥിച്ച അത് നടത്തി തരും എന്നെല്ലാവരും പറയുന്നുണ്ട്. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ദയവായി അത് നടത്തി തരണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആവോ? ദൈവം നേപ്പാളിയാണ്, ഞാനൊരു പാവം മലയാളിയാണ്. എനിക്ക് വേറെ ഒരു ഭാഷയും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. മനസ്സിലാവുന്നില്ലേ? ഞങ്ങൾ ഗുരുവായൂരപ്പനോട് ചോദിച്ച് അതിന്റെ അർത്ഥം അവിടുന്ന് മനസ്സിലാക്കും. എനിക്ക് 2 ചങ്ങാതിമാരുണ്ട്, കിഷോർ, വിനോദ്. എന്റെ പേര് ചന്ദ്രൻ. അവര് തമ്മിൽ പിണങ്ങി. ചണ്ട ഇന്ന് മാറും നാളെ മാറുന്നു കാത്തു. പക്ഷെ അത് നടക്കുന്ന കോളില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് അതിൽ തലയിടുക, കാര്യം നടത്തി തരിക. ഓ ഒരു ഡ്രഗ് അഡിക്റ്റായി അവൻ അലിയുന്നത് കാണുമ്പോൾ എന്റെ മനസ്സ് പിടയുന്നു. ഞാൻ കുറ്റക്കാരനില്ലെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ അവൻ എനിക്ക് അവസരം തരുന്നില്ല. അവനിന്ന് നോവിക്കപ്പെട്ട സിംഹമാണ്. മുറി ഉണങ്ങാൻ സ്വല്പ സമയമെടുക്കും, അത്രേ ഉള്ളൂ. അവന്റെ കാലിൽ വീണ് മാപ്പിരയ്ക്കാൻ ഞാൻ തയ്യാറാണ്. അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ചന്ദ്ര. കൂട്ടുപിരിഞ്ഞതിൽ ഞാൻ വിഷമിക്കുന്നു, നീ വിഷമിക്കുന്നു, അതുപോലെ അവനും വിഷമിക്കുന്നുണ്ടാവും. നശിക്കാൻ ഞാൻ അവനെ വിടില്ല. ഞാൻ അവനെ മാറ്റിയെടുക്കും. അവൻ തിരിച്ചു വരും വിനോദ്, തിരിച്ചു വരും. Please, give me 10 grams. I shall make the payment. No, you owe more than $500. Please, I just can't sleep. No. I'm getting mad. No. Please, at least 1 gram. Please. No. Please give me one franc. Please, sorry. Please, Sorry. just give me 1 franc. Very sorry. Hey, just forget it. എരക്കാൻ തുടങ്ങിയല്ലേ? നീ ഇത്ര അതപ്പൊളിച്ചു പോയില്ലടാ. നിനക്കവിടെ നമ്മൾ മൂവരിലും വെച്ച് ഏറ്റവും അന്തസ്സുള്ളവൻ നീയായിരുന്നു. നിന്നെ ഈ നിലയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോ. പിന്നെ പോയി വാങ്ങിച്ച് സുഖിക്ക്, നശിക്കുക.
മാപ്പെന്ന രണ്ടക്ഷരം നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മൂവരും പിരിയേണ്ടി വരില്ലായിരുന്നു. നീ ഇത്ര അതപ്പതിക്കില്ലായിരുന്നു. എടാ, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തടാ, ഒന്ന് നിർത്ത്. വേണ്ട വേണ്ട. പറയൂ, ആരാണവൻ? ആരാണവൻ? എനിക്കറിയില്ല. നീ എന്നോട് കള്ളം പറയുന്നു. നിൽക്കൂ. നീ എന്തിനാണ് എന്റെ അനിലിനെ നിഴൽ പോലെ പിന്തുടരുന്നത്? പറയൂ. അതിനു മുൻപ് എനിക്കൊന്നറിയണം. നീയും അവനും തമ്മിലുള്ള ബന്ധം? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം. ഇനി പറ, നിങ്ങളും അവനും തമ്മിലുള്ള ബന്ധം? സഹോദര ബന്ധം. അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിയില്ലല്ലേ? നിങ്ങൾ ഞാൻ അവന്റെ ചേച്ചിയാണ്. എന്റെ അനിലിനെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണോ? അതെ. ഇന്നുവരെ ആരുടെ മുൻപിലും ദയയ്ക്ക് വേണ്ടി ഞാൻ ഇരുന്നിട്ടില്ല. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇരക്കുന്നു. എന്റെ അനിലിനെ എന്നിൽ നിന്നും പിരിക്കരുത്. പിരിക്കരുതെന്ന് പറഞ്ഞല്ലോ, സ്നേഹിക്കുന്നെന്നും പറഞ്ഞല്ലോ. സ്നേഹിക്കുന്ന പുരുഷനെ മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിക്കുന്നത് ശരിയാണോ? ഞാൻ പരിചയപ്പെടുമ്പോഴേ അനിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അടുത്തപ്പോൾ, സ്നേഹിച്ചപ്പോൾ അത് മാറ്റമെന്ന് നിനക്ക് തോന്നിയില്ലേ? തോന്നി. പക്ഷേ ശ്രമിച്ചാൽ അനിൽ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയന്നു. സ്നേഹത്തിന്റെ സ്വാർത്ഥത അല്ലേ? അതെ. അപ്രീഷിയേറ്റ് ഇറ്റ്. താങ്ക്സ്. വെറും ഒരു താങ്ക്സിൽ മാത്രം എല്ലാം ഒതുക്കിക്കളയാമെന്ന് കരുതരുത്. അവന്റെ ജീവിതം ആർക്കും പന്താടാനുള്ളതല്ല. ഓക്കെ, ഐ പ്ലേസ് 2 propositions before you. Tell me. 1. മയക്കുമരുന്നുകളുടെ പിടിയിൽ നിന്നും അവനെ രക്ഷിച്ച് നിന്റെ ജീവിത പങ്കാളിയാക്കുകയാണെങ്കിൽ ഒരെതിർപ്പുമില്ലാതെ ഞാൻ പിന്മാറാം. 2. അത് നിനക്ക് സാധിക്കില്ലെങ്കിൽ എന്റെ സഹോദരൻ രാജുവിന്റെ ജീവിതം രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഞാൻ അവനെ കൊണ്ടുപോകും. Tell me, do you agree for this? പറയൂ, സമ്മതിക്കുന്നോ? $22 lakhs profit. Not bad, not bad. Cash in hand. Excuse me? Yeah. I need $1,000. Oh. Key, please.
Shekhar, look. അത്യാവശ്യമായി കാണേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് അറിയിക്കാതെ വന്നത്. ഒരിടം വരെ പോകാനുണ്ട്. വേഗം ഡ്രസ് ചെയ്യും. ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകണം. നിങ്ങളെയും കൊണ്ടേ എനിക്ക് പോകാനൊക്കും. ഡ്രസ് ചെയ്യും. എവിടേക്ക്? അത് പിന്നീട് പറയാം. ഡ്രസ് ചെയ്യൂ. കുറച്ചു സമയത്തേക്ക് ഫോൺ വർക്ക് ചെയ്യില്ല. ഹലോ, സമയം കളയണ്ട. വേഗം ഡ്രസ് ചെയ്യും. പോകാം. ഞാൻ വരില്ല. അപ്പോ ഇതേ വേഷത്തിൽ ഞാൻ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അയ്യോ, എന്നെ വിടൂ, എന്നെ വിടൂ. അയ്യോ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് പറയണ്ട. നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഇങ്ങനെ പണം സംഭവിക്കുന്നത് ആർക്ക് വേണ്ടി? പണം സംഭവിച്ചതിലേറെ പണം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇതോ ഒരു ജീവിതമാണോ? കുപ്പത്തൊട്ടിയിലെ എച്ചിൽ നോക്കി ജീവിക്കുന്ന പട്ടിക്ക് പോലും ഇതിലും അന്തസ്സുണ്ടാവുമല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സിമ്പിൾ. യജമാനെ നിങ്ങളെ കാഴ്ചവെക്കാൻ കൊണ്ടുപോവുകയായിരുന്നു ഇദ്ദേഹം. നിങ്ങൾക്കെങ്ങനെ അറിയാം? ഇതേപോലെ ഒരിക്കൽ അകപ്പെട്ടു പോയവളാണ് ഞാൻ. എന്നിട്ട് പിന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ട്? ചിറകുകളെല്ലാം വെട്ടിക്കളഞ്ഞിരുന്നു. നിങ്ങൾ ആരാണ്? ഞാനോ? ഈ നല്ല മനുഷ്യന്റെ ഭാര്യ. എന്റെ അനിയനെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ പറയുന്നു ആ പോയി മനുഷ്യന്റെ ഭാര്യയാണെന്ന്. നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അർത്ഥം മനസ്സിലാകണമെങ്കിൽ എന്റെ കഥ ആദ്യം തൊട്ടേ ഞാൻ പറയേണ്ടി വരും. കേൾക്കാൻ ക്ഷമയുണ്ടോ? തീർച്ചയായും. ഞാൻ വെറും ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണായിരുന്നു. വലിയ സാമ്പത്തിക ശേഷി ഇല്ലാത്തതായിരുന്നു ഞങ്ങളുടെ കുടുംബം. ഇപ്പോൾ പോയ മനുഷ്യൻ വിവാഹം ആലോചിച്ചു വന്നപ്പോൾ എന്റെ വീട്ടുകാർ എന്നെ ഉപദേശിച്ചു. പ്രായം കൊണ്ട് ചേർച്ചയില്ലെന്ന് ഓർത്ത് ദുഃഖിക്കരുത്. ലക്ഷപ്രഭുവാണ് അയാൾ. ഈ ബന്ധം കിട്ടുന്നത് നിന്റെ ഭാഗ്യമാണെന്ന അവരുടെ ഉപദേശത്തിന് ഞാൻ വഴങ്ങി. ഞങ്ങളുടെ വിവാഹം നടന്നു. കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെ ഈശ്വരനായി കരുതണമെന്ന അമ്മയുടെ ഉപദേശം ഞാൻ ഏറ്റുവാങ്ങി. നല്ലൊരു ഭർത്താവിനെ എനിക്ക് തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറഞ്ഞു. ഞങ്ങൾ കാഠ്മണ്ഡുവിലെത്തി. അദ്ദേഹത്തിന്റെ ബോസും എല്ലാമായിരുന്ന സീക്കയെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. നമുക്കെല്ലാം തരും ദൈവമാണ്. ദൈവമാണെന്ന് മാത്രം കരുതിയാൽ മതി.
ആ എവിടെ പോകുന്നു? ഞാനും വരാം. ഇതേ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. എന്റെ ഭർത്താവ് എനിക്ക് അന്യനായി. അന്ന് ആ മനുഷ്യന്റെ മുന്നിൽ എന്നെ എറിഞ്ഞുകൊടുത്ത ദിവസം തൊട്ട് എന്റെ കിടക്ക പങ്കിടാൻ ഒരിക്കലും ഞാൻ അയാളെ അനുവദിച്ചിട്ടില്ല. ഏത് പുരുഷനും എന്റെ കണ്ണിൽ ശത്രുവായി. ആ ദ്വേഷം വളർന്നു. പുരുഷനോടുള്ള പക വീട്ടാൻ ഞാൻ അലഞ്ഞു നടന്നു. ആ ഇടയ്ക്കാണ് ഞാൻ അനിലിനെ കണ്ടുമുട്ടിയത്. ചെന്നായ്ക്കൾക്കിടയിൽ ഞാൻ ഒരാട്ടുംകുട്ടിയെ കണ്ടു. അതിനെ ഞാൻ ഓമനിച്ചു, സ്നേഹിച്ചു. എന്റെ ദുഃഖങ്ങളെല്ലാം ഞാൻ മറന്നു. പക മറന്നു, വിദ്വേഷം മറന്നു. സ്നേഹത്തിന്റെ ലോകത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വരവ് നന്നായി. വന്ന വഴിയിൽ തെറിച്ച ചെളി, അത് മറ്റുള്ളവർ എന്റെ മേൽ തെറിപ്പിച്ച ചെളിയാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. ചതിക്കപ്പെട്ടതിൽ അമർഷമുണ്ട്. അറിയാതെ തെറ്റ് ചെയ്യാൻ ഈശ്വരൻ ചിലരെ സൃഷ്ടിക്കാറുണ്ട്. അതിലൊരുവളാണ് ഞാൻ. അനിയനെ ചതിക്കാൻ കൂടെ ചേർന്നവളാണ് ഞാനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശിക്ഷ തന്നോളൂ. വരട്ടെ.